ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. യുവർ ഓണർ, ACP അർജുൻ വളരെ ഭംഗിയായി തന്നെ ഈ കേസ് അന്വേഷിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരനും അദ്ദേഹത്തിനോടൊപ്പമുള്ള CI മഹീന്ദ്രനുമാണ് ഈ കേസിലെ യഥാർത്ഥ കുറ്റവാളികളെന്ന് തെളിയിക്കാൻ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത കുറ്റവാളികളെ വിസ്തരിക്കാൻ അനുവദിക്കണം. യെസ്, പ്രൊസീഡ്. എന്റെ പൊന്നു തിരുമേനി, കഴുത്തി കത്തി വെച്ച ആ ഓട്ടോക്കാരനെ കൊണ്ടുപോയത്. അവനെ ഇനിയും കൊല്ലുമോ തിന്നുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ശരി. എന്ത് ദേവേട്ട? അമ്മ റോഡിലെ കടയിൽ ചെന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന്. ഒരു ഓട്ടോ കയറി പോയെന്നാ പറയുന്നത്. അയ്യോ, ഞാൻ പോയിന്ന് നോക്കിയിട്ട് വരാം. ഏറെ വിവാദമായ പ്രിയങ്ക കൊലക്കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. കോടതി നിർദ്ദേശപ്രകാരം പുതിയതായി കേസ് അന്വേഷിക്കുന്ന ACP അർജുന്റെ നേതൃത്വത്തിലുള്ള സംഘം യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടിയിരിക്കുന്നു. ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായതും ജയിൽവാസം അനുഭവിച്ചതും പ്രിയങ്കയുടെ സഹോദരിയായ രാധികയും പ്രിയങ്കയുടെ ഭർത്താവായ വരുണുമാണ്. വരുണിന്റെയും രാധികയുടെയും നിരപരാധിത്വം കോടതിക്ക് വെളിപ്പെട്ടതിന് ശേഷമാണ് അന്വേഷണത്തിന് പുതിയ സംഘത്തിനെ കോടതി ചുമതലപ്പെടുത്തിയത്. പ്രിയങ്ക കൊലക്കേസിലെ വിധി ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർ, കുറ്റവാളികളിലേക്ക് സർ എങ്ങനെ എത്തിച്ചേർന്നു എന്നൊന്ന് വിശദീകരിക്കാമോ? കോടതി നടപടികൾ പൂർത്തിയാവട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. പ്രതികളെ കോടതിക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരുത്തിന്റെ പ്രതീകമായ പെൺസിംഹം ആരതി വർമ്മയുടെ കിരീടത്തിലേക്ക് മറ്റൊരു പൊന്തൂവൽ കൂടി എത്തിക്കുന്നതായിരിക്കും ഈ കേസിന്റെ വിധിയെന്ന് നമുക്ക് നിസ്സംശയം പറയാം. യുവർ ഓണർ, പ്രിയങ്ക കൊലക്കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത ACP അർജുനും സംഘവും അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കണിമംഗലം ചന്ദ്രശേഖരനെയും CIയെയും ബോധപൂർവം അന്വേഷണ സംഘം വേട്ടയാടുകയായിരുന്നു എന്നത് വ്യക്തമാണ്. മാത്രമല്ല, ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ അഡ്വക്കേറ്റ് ആരതി വർമ്മയുടെ ടീം ഒരു ഗുണ്ടാ സംഘത്തെ പോലെയാണ് പെരുമാറിയത്. കോടതി ഉത്തരവനുസരിച്ച് അന്വേഷണത്തിലിരിക്കുന്ന ഒരു കേസിൽ നേരിട്ട് അന്വേഷണം നടത്താനും പ്രതിയെ പിടിക്കാനും അന്വേഷണം നടത്താനുമൊക്കെ ആരതി വർമ്മയ്ക്ക് ആരാണ് അധികാരം കൊടുത്തത്?
സംസ്ഥാനത്തെ പോലീസ് സംഘത്തെ സംശയമുള്ളത് കൊണ്ടാണോ? അതോ കോടതി ഉത്തരവ് വില കുറഞ്ഞതാണെന്നുള്ള തോന്നൽ കൊണ്ടാണോ ആരതി വർമ്മ ഇങ്ങനെ ചെയ്തതെന്ന് ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കേണ്ടതാണ്. ദാറ്റ്സ് ആൾ യുവർ ഓണർ. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്, പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ മഹാരാജ്യത്ത് ഒരു പൗരന് സാമൂഹ്യപരമായ ഏതൊരു കാര്യത്തിന് ഇടപെടുന്നതിന് തടസ്സമില്ല എന്നുള്ളതാണ്. വഴിയരികിൽ ബോധം കെട്ടിടക്കുന്ന ഒരാളെ കണ്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾ വരുന്നത് വരെ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് കോമൺ സെൻസ് അല്ല. ACP അർജുന്റെ കാര്യത്തിലും അദ്ദേഹത്തിന് ആവശ്യമായ സഹായങ്ങൾ എന്റെ ടീം ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. അത് പോലീസ് സംവിധാനത്തിൽ വിശ്വാസക്കുറവുള്ളതുകൊണ്ടോ കോടതി ഉത്തരവിൽ ബലക്കുറവുള്ളതുകൊണ്ടോ അല്ല. ഇതിനു മുൻപ് അന്വേഷിച്ച CI മഹേന്ദ്രന്റെ നീക്കങ്ങളിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടതുകൊണ്ടാണ്. കണ്ണിമ വെട്ടാതെ കാത്തിരുന്നില്ലെങ്കിൽ യഥാർത്ഥ പ്രതികൾ നിയമത്തിന് പുറത്തായിരിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാനും എന്റെ സംഘം അല്പം ഉറക്കൊളച്ചത്. അത് തെറ്റായ വഴിയിലൂടെ ആയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ കോടതിയിൽ മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. അല്ലാത്തടത്തോളം കാലം അതൊരു സിറ്റിസൺ എന്ന രീതിയിൽ എന്റെ ഡ്യൂട്ടിയായി ഞാൻ കാണുന്നു. യുവർ ഓണർ, ACP അർജുൻ വളരെ ഭംഗിയായി തന്നെ ഈ കേസ് അന്വേഷിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരനും അദ്ദേഹത്തിനോടൊപ്പമുള്ള CI മഹീന്ദ്രനുമാണ് ഈ കേസിലെ യഥാർത്ഥ കുറ്റവാളികളെന്ന് തെളിയിക്കാൻ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത കുറ്റവാളികളെ വിസ്തരിക്കാൻ അനുവദിക്കണം. യെസ്, പ്രൊസീഡ്. IPC സെക്ഷൻ 306 പ്രിയങ്ക വധക്കേസിലെ പ്രതികൾ ഹാജരാകേണ്ടതാണ്. എന്താണ് നിങ്ങളുടെയൊക്കെ ജോലി? യുവർ ഓണർ, സ്വന്തം തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ തല താഴ്ത്തി നിൽക്കാന്നല്ലാതെ ഇവർക്കൊരു ഉത്തരവില്ല. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുണ്ടായിസമാണ്.